ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ആരുട്ടൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചൂര മീൻകറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് ഒരു സ്പെഷ്യൽ മീൻകറിയാണ്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാം. ഞാൻ ചൂര മീനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമുക്കിന്ന് കറി വയ്ക്കാം. അപ്പോൾ കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ആണ്. പിന്നെ നമ്മളെ പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്, അത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഞാനിവിടെ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ എടുത്തിരിക്കുന്ന എല്ലാം അരിഞ്ഞ് ചെറുതായിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുടംപുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞാണ് വെച്ചേക്കുന്നത് കേട്ടോ, പീസായിട്ട്. കാരണം നമുക്കിതെല്ലാം അതുപോലെ തന്നെ ഉള്ളി അങ്ങനെയാണ് അരിഞ്ഞ് പീസാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പാൻ വച്ചു. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിങ്ങനെയാണ് ചൂര മീനും അങ്ങനെയുള്ള ചൂരമീൻ പോലുള്ള മീനുകളൊക്കെ ഇങ്ങനെ ഈ കറി വെച്ചിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അപ്പോൾ അതൊന്ന് പച്ച മണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിനി ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ഒന്ന് നിറം മാറി വരുമല്ലോ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും. അപ്പം ചൂട് കൊണ്ടിട്ട് അപ്പം മീഡിയം ഫ്ലെയിമിലാണ്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി ഒന്ന് പാകമായിട്ട് വരും. അപ്പോൾ നിറമൊക്കെ ഒന്ന് മാറി വരും. അതൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് അതൊന്ന് ചൂടായിട്ട് വരും. അത് ഒരുപാട് ചൂട് അതിലേക്ക് പിടിക്കത്തില്ല. അപ്പോൾ കറക്റ്റ് പാകത്തിനായി വന്നോളൂ നമുക്ക്. അപ്പോൾ നല്ലതുപോലെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ചൂര കറിയൊക്കെ വെക്കാറുള്ളത്. ചൂരമീൻ എന്ന് മാത്രമല്ല, നമ്മുടെ ചൂരമീൻ പോലുള്ള മീനുകളൊക്കെ നമുക്കിങ്ങനെ വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. തേങ്ങ അരച്ച് മീൻകറി വെക്കാറുണ്ട്, രണ്ട് രീതിയിലും വയ്ക്കും. എങ്കിലും കൂടുതൽ എനിക്ക് ടേസ്റ്റ് തോന്നുന്നത് ഇങ്ങനെ കറി വയ്ക്കുമ്പോഴാണ്. നമുക്ക് ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പൊടികളുടെ കാര്യം ഒന്നും പറയാതിരുന്നത്. അത് ഞാനിതിൽ വഴിയേ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫ്ലെയിം സിമ്മിലിട്ട് വെക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനതൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനങ്ങനെ അധികം എടുക്കാറില്ല, വളരെ കുറച്ച് മാത്രമേ എടുക്കാറുള്ളൂ. ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടികളെല്ലാം പച്ച മണം ഒന്ന് മാറി വരണമല്ലോ. അപ്പോൾ അതിന് ആയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ പൊടിയുടെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. നമ്മുടെ ഉള്ളിയിലൊക്കെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. ഞാൻ സിമ്മിലിട്ടാണ് വെച്ചിരിക്കുന്ന ഫ്ലെയിം. പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ സിമ്മിലിട്ട് വെക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും ചൂട് കയറിയിട്ട്. ഇപ്പം നമ്മുടെ പാനിലൊരു ചൂടുണ്ടല്ലോ, ആ ചൂടിലും നമ്മുടെ സിമ്മിലിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ചൂടിൽ ഇങ്ങനെ പൊടികൾ കറക്റ്റ് മൂത്ത് വന്നോളും. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്തിട്ട് അടച്ച് വെച്ചൊന്നും വേവിച്ചെടുക്കണ്ട. കാരണം നമുക്ക് തക്കാളി ഇതിലങ്ങനെ വെന്തുടഞ്ഞ് വരണം എന്നില്ല. നമ്മൾ ഇതിലൊന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും ആ പൊടികളൊക്കെ അതിലൊന്ന് പിടിച്ച് വരണം, അത്രയേ ഉള്ളൂ. ഒന്ന് ചൂടായി കിട്ടണം. ഞാൻ സിമ്മിലിട്ട് തന്നെയാണ് ഫ്ലെയിം വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നമ്മുടെ തക്കാളി ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ അതിലേക്ക് അരപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി അത് ആ ചൂടിലൊന്ന്
നല്ലതുപോലെ വെന്തോളും. ഇപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഒന്ന് തണുക്കട്ടെ. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിവിടെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നല്ലതുപോലെ. ഇനി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിലാണ് മീൻകറി വയ്ക്കുന്നത് ഞാൻ. ഇനി നമ്മൾ ഫസ്റ്റ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒരുപാടൊന്നും ഒഴിക്കേണ്ട, കാരണം നമ്മൾ ആദ്യം വഴറ്റിയെടുത്തപ്പോഴത്തേക്കും ഉള്ളിയും അതൊക്കെ വഴറ്റിയെടുത്തില്ലേ, അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ എണ്ണ നല്ല രീതിയിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എണ്ണ ഇപ്പോൾ എടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. നമുക്ക് എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കടുകൊക്കെ ഇവിടെ പൊട്ടി വരുന്നുണ്ട്. നമുക്കിനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉലുവയാണ്. അപ്പം ഞാനിവിടെ ഉലുവ പൊടി ചേർക്കാറില്ല. ഉലുവ ഇതുപോലെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. കടുകൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് അതിലേക്ക് ഉലുവയും ഇട്ട് പൊട്ടിക്കാറുണ്ട്. കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് ഉലുവ എടുത്താൽ മതി. ഉലുവ ഒരുപാടായിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു കയ്പ്പ് രസം വരും കറിക്ക്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്. അപ്പോൾ പച്ചമുളക് ഞാനിവിടെ ഒരു പച്ചമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് നമ്മൾ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എത്ര പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം, പക്ഷേ അത് എരിവനുസരിച്ച്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ആരൂട്ടന് എരിവ് അധികം ഇഷ്ടമല്ല. അപ്പോൾ അധികം എരിവാക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. ഏട്ടനുള്ളപ്പോൾ ഏട്ടനാണെങ്കിൽ എരിവൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു 3-4 പച്ചമുളകൊക്കെ ചേർക്കും. പക്ഷേ മോന് അത്ര ഇഷ്ടമല്ല എരിവ്. അതുകൊണ്ട് ഞാനിവിടെ ഒന്നേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ചൂടായി കിട്ടണം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കതിൽ ഒഴിക്കാം. ആ വെള്ളവുമായിട്ട് ഒഴിക്കാം. ഇനി ആ കറി ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതൊന്ന് ചൂടായി വരണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇത്രയും സമയവും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ആദ്യം ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല. ഇവിടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ടൈം. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ ടൈമിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നല്ലതുപോലെ വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ എണ്ണയൊക്കെ ഒന്ന് ചൂടായി അതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓരോരുത്തർക്കും കറി എത്രത്തോളം വേണം, നമുക്ക് എത്ര പീസ് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അരപ്പ് വേണമല്ലോ, കറി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ മിക്സി കപ്പിൽ തന്നെ, അതായത് നമ്മുടെ അരച്ചെടുത്ത കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം, അപ്പോൾ അത് അരപ്പ് കൂടി അതിലൊന്ന് മിക്സാക്കി കിട്ടും. അതോടുകൂടി അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ കറി നല്ല രീതിയിൽ തിളച്ച് വരണം. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കറി ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. പതുക്കെ ഇളക്കി കൊടുത്താൽ മതി, ഒരുപാടിട്ട് ഇളക്കുകയൊന്നും വേണ്ട. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കറി നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ചുറ്റിച്ച് കൊടുക്കണം. ഞാൻ ആദ്യം മാത്രമേ ആ തവി ഇട്ടിട്ടൊന്ന് അതിൽ ഇളക്കുകയുള്ളൂ കേട്ടോ. പിന്നെ തവി നമ്മൾ ഇടേണ്ട കാര്യമില്ല. നമ്മളെ കഷ്ണങ്ങളൊക്കെ പൊടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് എടുത്ത് ചുറ്റിച്ച് കൊടുക്കണം. ചട്ടി നല്ലതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കറി ഒന്ന് കുറുകി വരുന്ന ടൈമിൽ അതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ചട്ടി നല്ലതുപോലെ ഒന്നുകൂടി ചുറ്റിച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കണം. നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം
നമ്മുടെ കറി ഒന്ന് റെഡിയായി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് ലാസ്റ്റ് കറിവേപ്പില ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുന്ന നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. എന്താണ് ഞാനിവിടെ റെഡിയാക്കുന്ന ചൂര മീൻ കറി നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. നമുക്ക് ഏത് മീനിലും ഇത് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ കറി. ഓക്കെ, ബൈ.